ഹലോ ഗായ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചാനലിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം, അത് ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്കും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു പേര് നിങ്ങളുടെ ചാനലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേര് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പേര് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ വ്ളോഗിങ് ചാനലാണ്, നിങ്ങൾ ട്രാവൽ വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ്, അങ്ങനെ ഡെയിലി വ്ളോഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ള രീതിയിൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിടാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് അലീന എന്നാണെങ്കിൽ അലീന വ്ളോഗ്സ് എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇടാം. പക്ഷെ അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേ പേരുണ്ടല്ലേ. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേര് ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചുമ്മാ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കുക ഇങ്ങനത്തെ ചാനൽസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പേര് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പം വില്ലേജ് കുക്ക് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേര് വരുന്ന ഒരു തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കുക്കിംഗ് ചാനലുണ്ട്. അപ്പം അങ്ങനെ പേരിൽ സിമിലാരിറ്റി വരുമ്പോഴത്തേക്കും അത് രണ്ടും നല്ല വ്യൂസും അതുപോലെ തന്നെ നല്ല മില്യൺ സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനലാണ്. അപ്പം ഇപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങൾ ആ ഒരു നെയിം റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള നെയിം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സും വ്യൂ അതുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവരുടെ ചാനലിന് വേണ്ടിയിട്ട് ആൾക്കാർ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഏകദേശം ആ ഒരു സാമ്യമായിട്ടുള്ള പേരാണെങ്കിൽ നിങ്ങളുടേതും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഏത് ഫീൽഡാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഫീൽഡിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ചാനൽസിൻ്റെ നോക്കിയിട്ട് അങ്ങനെ സിമിലർ ആയിട്ടുള്ള പേര് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെയിം പേര് തന്നെയല്ല, സിമിലർ ആയിട്ട്. ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് എൻ്റെ ചാനലിൻ്റെ പേര് ടെസ ചാർലി എന്നാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള പേര് വേണമെന്നുള്ളത് ഞാൻ ആലോചിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ടെസ ചാർലി എന്നുള്ള പേരിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ടെസ എന്നും ചാർലി എന്ന് പറയുന്ന രണ്ട് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പേര് വെച്ചിട്ടാണ് ഞാൻ ടെസ ചാർലി എന്നുള്ള പേരിട്ടത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ കമൻറ്റിലാണെങ്കിൽ ഒരുപാട് പേര് ഹായ് ടെസ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ പേര് ടെസ എന്നല്ല കേട്ടോ, എൻ്റെ പേര് ആതിര എന്നാണ്. വീട്ടിലുള്ള ഡോഗ്സിൻ്റെ പേരാണ് ടെസ എന്നും ചാർലി എന്നും. ഞാൻ പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെറ്റ്സിൻ്റെ പേര് തന്നെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള പേര് ഒന്നെങ്കിൽ ഇടുക. അതല്ലെങ്കിൽ ഇതേപോലെ ഫേമസ് ആയിട്ട് നിങ്ങൾ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് ആ ഒരു കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിൻ്റെ പേര് നോക്കിയിട്ട് അതിന് വരുന്ന രീതിയിലുള്ള ഇടുക. ഓക്കെ, അപ്പം അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ടാണ് പേര് നിങ്ങൾ ഇനി ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ചാനലാണോ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് എടുക്കുമ്പോൾ അവിടെ ഒരുപാട് അക്കൗണ്ട്സ് കാണാം. നിങ്ങൾ ഏതൊക്കെ മെയിൽ വെച്ചിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ആ ഒരു അക്കൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ചാനലിൻ്റെ ആണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഇപ്പോൾ ചിലവർക്ക് 2 ചാനലുള്ളവർ കാണാം, 3 ചാനലുള്ളവർ കാണാം. അപ്പോൾ ഏത് ചാനലിൻ്റെ ആണോ ചേഞ്ച് ആക്കേണ്ടത് ആ ചാനൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് വരും. ആ ഹോം പേജിൻ്റെ അവിടെ പെൻസിലിൻ്റെ ഐക്കൺ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ചാനലിൻ്റെ നെയിം എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാൻഡിലും കൂടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് രണ്ടും ഏകദേശം സിങ്ക് ആയിട്ടുള്ള രീതിയിൽ വരും. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫോണിൽ ചെയ്യേണ്ട പരിപാടി. ഓക്കെ, ഇനി നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാം, യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ യുവർ ചാനലിൻ്റെ അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഡെസ്ക്ടോപ്പിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഐക്കൺസ് വരും. ആ ഒരു ഐക്കൺസിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെയിം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അവിടെ കസ്റ്റമൈസേഷൻ എടുത്തിട്ട് പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൻ്റെ അവിടെ നിങ്ങൾക്ക് നെയിം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട്
ഡെസ്ക്ടോപ്പിലാണെങ്കിൽ പബ്ലിഷ് എന്നായിരിക്കും ഓപ്ഷൻ വരുന്നത്, ഫോണിലാണെങ്കിൽ സേവ് എന്നായിരിക്കും വരുന്നത്. അപ്പം ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് അത് റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഫോണിലാണെങ്കിൽ നമുക്ക് യൂട്യൂബ് ആപ്പ് വെച്ചിട്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ടാണ് നിങ്ങൾ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ വിചാരിച്ചിട്ടുണ്ടാവും, ലാസ്റ്റ് വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റ് ഞാൻ ആരുടെയാണ് പിൻ ചെയ്തതെന്നുള്ളത്, ഏത് ചാനലിൻ്റെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിനിടയിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് മെൻഷൻ ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ക്യൂരിയോസിറ്റിയാണ്, ആരുടെ കമൻറ്റാണ് ബെസ്റ്റ് പിൻ ചെയ്തത് എന്നറിയാനായിട്ടും, അതുപോലെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ ചാനൽസ് പറയുന്നത് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ റാൻഡംലി നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട്. ഇപ്പം അവർക്ക് യൂട്യൂബിൽ സജഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കും നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണാത്തതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഡൗട്ട് ചോദിച്ച സമയത്ത് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ബെസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് ആരുടെയാണെന്നും അതുപോലെ രണ്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന രണ്ട് ചാനൽസിനെ മെൻഷൻ ചെയ്യുന്ന ലാസ്റ്റിലായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് സ്ഥിരമായിട്ടുള്ളവർക്ക് എന്തായാലും അതിന് ഒരു ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ ഫസ്റ്റിലാണെങ്കിലും ലാസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് അത് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്കും കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് പിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ചാനൽസിനെ മെൻഷൻ ചെയ്യേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തത് നിഹാലിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ മെയിനായിട്ട് ട്രാവലിങ്ങും കാര്യങ്ങളും, ട്രാവൽ വ്ലോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി വ്ലോഗ്സ്, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാനുള്ള റൂൾ എന്താണെന്ന് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ റൂൾസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ജേർണീനെ കുറിച്ച് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ബെസ്റ്റ് കമൻ്റ് ആയിരിക്കും ഞാൻ പിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെയും കൂടെ ഇപ്പോൾ പറയുന്നുണ്ട്. സോ അങ്ങനെ ചൂസ് ചെയ്ത രണ്ട് ചാനൽസിനെയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐസിങ് വ്ലോഗ്സ് ആണ്. ആ ഒരു ചാനലിൽ മെയിനായിട്ട് മോട്ടിവേഷണൽ ആയിട്ടുള്ള ഷോർട്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. നമുക്ക് സ്റ്റാറ്റസിനൊക്കെ ഇടാനായിട്ട് പറ്റുന്നതും ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷോർട്സ് ആണ് ക്രിയേറ്റ് ചെയ്തിടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് ദ ഡ്രമേറിയൻസ് എന്ന് പറഞ്ഞ ചാനലാണ്. ആ ഒരു ചാനലിൽ മെയിൻലി പെറ്റ്സിൻ്റെ കണ്ടന്റാണ് ചെയ്യുന്നത്. ഞാനൊരു പെറ്റ് ലവറാണ്. അപ്പോൾ ആ ഒരു ചാനൽ മെയിൻലി പെറ്റ്സിൻ്റെ കണ്ടന്റാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള നമ്മുടെ പൂച്ചയുടെയും അതുപോലെ തന്നെ പട്ടിക്കുട്ടികളുടെയും ഒക്കെ വിശേഷങ്ങളാണ് ആ ഒരു ചാനൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനലും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്